ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. കിണ്ണത്തപ്പമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കിണ്ണത്തപ്പം എന്നാണ് പറയുക, പല നാട്ടിലും പല പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് അരിപ്പൊടി. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുത്തരിയുടെ പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാല് 2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയും ചേർക്കാം. പിന്നെ വേണ്ടത് ജീരകം, നമുക്ക് ഓപ്ഷണലാണ്, ജീരകം ചേർക്കാം. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും നമുക്ക് വേണം. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അരിപ്പൊടി ആദ്യം നമുക്ക് ഇടാം. അമ്മേനെ ഹെൽപ്പ് ചെയ്യണേ നമ്മളെ. ഓക്കെ, അപ്പോൾ അത് 1 കപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടു. ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. ഇനി തേങ്ങാപ്പാല് നമ്മൾക്ക് ഇതിനാവശ്യത്തിന് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം എത്ര ആവശ്യമുണ്ട് എന്നുള്ളത്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. അരിപ്പൊടിയിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പിടാം. ഇനി കുറച്ച് ജീരകം നമുക്ക് ചേർക്കാം. ജീരകം ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. നമുക്ക് ഈ ഒരു പാകത്തിന് മാവ് റെഡിയാക്കി എടുക്കണം. വെള്ളം കൂടാനും പാടില്ല, എന്നാൽ അത്ര കട്ടിയും പാടില്ല. ആ ഒരു രീതിക്ക് മാവ് റെഡിയാക്കി എടുക്കണം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് കിണ്ണത്തിൽ നമുക്ക് എണ്ണ തടവിയിട്ട് മാവ് ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ തടവി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ കിണ്ണത്തിലേക്കും നമുക്ക് ഈ മാവ് ഒഴിക്കാം. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മേലെയായിട്ട് നമുക്ക് ഇടാം. നമ്മൾ 15 മിനിറ്റ് ആവി കയറ്റണം, എന്നിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആവി കയറ്റിയിട്ട് 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മളത് ചൂടാറിയ ശേഷം മാത്രമേ നമുക്കത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അത് എടുക്കാം. അപ്പോൾ നമ്മളെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം. കിണ്ണത്തപ്പം നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.